ഞാനിപ്പോൾ ചിത്കുലാണ് ഹിമാചൽ പ്രദേശിലെ ചിത്കുൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമം കണ്ടോ. ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമമായ ചിത്കുൽ എന്ന മനോഹരമായ വില്ലേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വില്ലേജ്. റക്കംപിയോ ബസ് സ്റ്റാൻഡാണ് കേട്ടത്. ഇവിടെ നമുക്ക് ബസ് കിട്ടും ഈ ചിത്കുൽ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക്. ഇന്ന് ആ മനോഹരമായ വില്ലേജിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കൂടെ ഉണ്ടായിരുന്ന ഗിരീഷ് എന്ന് പറഞ്ഞ ആൾ ഇന്നലെ റക്കംപിയോ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം മണാലിയിലേക്ക് പോയി. എന്നെയും കൂടെ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. എനിക്ക് ഈ വില്ലേജ് ഒന്ന് സന്ദർശിക്കണം. ഈ ചിത്കുലിലേക്ക് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ ഈ സാങ്ല, റക്ചം എന്നീ സ്ഥലങ്ങളൊക്കെ. മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നമുക്ക് ഈ ബാസ്പ സെക്കൻഡിൻ്റെ പവർ പ്ലാന്റുകളൊക്കെ കാണാം. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വലതുവശത്ത് കൂടി ഒരു നദി ഒഴുകി പോകുന്നുണ്ട്, ബാസ്പ നദി. ഇവിടെ ഈ ചിത്കുലിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ റോഡായതുകൊണ്ട് ഈ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും. അതായത് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് സാങ്ല എന്നാണ് കേട്ടോ. ഇവിടെ കുറച്ചു നേരം ബസ് ഇവിടെ നിർത്തിയിടും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോയാൽ നമ്മൾ റക്ചം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. താഴെ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ റക്ചം എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ. അവസാനം നമ്മൾ ഈ ചിത്കുൽ എന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലത്തെത്തും. ഇതൊക്കെ പശുക്കളെ ആടുകളെയൊക്കെ കിട്ടുന്ന ആലയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഈ വന്ന ഉടനെ തന്നെ ഈ വില്ലേജിലേക്ക് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. മനോഹരമായ വില്ലേജാണ് കേട്ടോ. അതിന് കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ നമ്മളൊരു ഹിന്ദു ക്ഷേത്രമൊക്കെ കാണാം. അതിൻ്റെ കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ ഒരു ബുദ്ധക്ഷേത്രമൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ന് ഇവിടെ ഈ ബുദ്ധക്ഷേത്രത്തിൽ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ട്. അതായത് 6 മണിക്ക് ശേഷം. മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. എനിക്ക് എന്തോരം ഇഷ്ടപ്പെട്ടെന്നറിയാം ഈ സ്ഥലം. ഈ വില്ലേജും ഈ മലനിരകളും ഈ പച്ചപ്പും എല്ലാം ഒരു എന്താ പറയുക. ഇന്ന് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല കേട്ടോ. കുറച്ച് ഭക്ഷണം കഴിക്കണം, നേരെ റൂമിലേക്ക് പോകണം. എനിക്ക് 1500 രൂപയ്ക്ക് റൂം കിട്ടിയിട്ട് ഇവിടെ താഴത്ത്. ഇവിടെ ഈ സമയത്ത് ഈ റൂമിനൊക്കെ കുറച്ച് പൈസ കൂടുതലാണ് കേട്ടോ. ഞാൻ ഒരുവിധം എല്ലാ സ്ഥലത്തും ഞാൻ ചോദിച്ചു. ഏതാണ്ട് 2000-ൽ കൂടുതലല്ലാണ്ട് എനിക്ക് കിട്ടിയതില്ല. ഞാൻ അന്വേഷിച്ച് പോയ ഒരു ഹോട്ടലിലുള്ള ഒരാളെനിക്ക് തരപ്പെടുത്തി തന്നത് ഈ 1300 രൂപയ്ക്ക്. ചിത്കുലിൻ്റെ യഥാർത്ഥ ഭംഗി നമ്മൾ കാണണമെങ്കിൽ രാവിലെ ആണോ ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ എന്താ പറയുക, എന്ത് മനോഹരമാണെന്നറിയാം. നമുക്ക് വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാൻ തോന്നിപ്പോകും. ഈ ഒഴുകി പോകുന്ന നദിയുടെ പേര് ബാസ്പ എന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ പാലത്തിലൂടെ നടന്ന് ഇങ്ങോട്ട് വന്നിരിക്കുക. അതായത് ഈ വില്ലേജിൻ്റെ എതിർവശത്തേക്ക്. ഇവിടെ നിറച്ച് പൂക്കളാണ് കേട്ടോ. പൈൻ റോഡോഡെൻഡ്രോൺ എന്ന് പറയും. പക്ഷേ ഇവിടെ ഇവർ പറയുന്ന പേര് ബുറാൻഷ് എന്നാണ് കേട്ടോ. അതിനെപ്പറ്റി എനിക്കധികം അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ വലതുവശത്ത് കൃഷികളൊക്കെ കാണും. എനിക്കൊന്ന് നമ്മൾ നേരത്തെ പോയ ചിത്കുൽ എന്ന് പറഞ്ഞ വില്ലേജിലുള്ള ആളുകൾ കൃഷി ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കിക്കേ, നല്ല സ്മെല്ല് ഇട്ട് നോക്കിയേ. നല്ല സ്മെല്ല് കണ്ടോ, നല്ല സ്മെല്ലാ. എന്തോ ഔഷധം എന്തായിരിക്കും. ഞാനിപ്പോൾ ചിത്കുലാണ് ഉള്ളത്. ഹിമാചൽ പ്രദേശിലെ ചിത്കുൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമം കണ്ടോ. അവിടെ കണ്ടോ, അവിടെ ഈ റോഡ് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ. ഇതാണ് ചിത്കുൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു 87 കിലോമീറ്ററോ 80 കിലോമീറ്റർ കേട്ടോ നമുക്ക് 4 വീല് മാത്രമേ പോവുള്ളൂ. അപ്പം അങ്ങോട്ട് പോകാൻ എനിക്കിപ്പം കഴിയുമെന്ന് തോന്നുന്നില്ല. ഷെയർ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടേണ്ടി വരും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ ഭയങ്കര ചാർജാവും. അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ വരെ പോവാം.
അപ്പോൾ അവിടുന്ന് ഷെയർ ടാക്സി കിട്ടുന്നതാണ് പറഞ്ഞത്, അറിയില്ല, ഒന്ന് പോയി നോക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയ ട്രക്കിങ്, അതായത് അവിടെ നിന്ന് ഇങ്ങനെ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അവിടെ കുറേ പച്ചക്കറികൾ. അപ്പോൾ അവിടുത്തെ അപ്പുറത്തെ ഗ്രാമത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. കിയേ ഇവിടെ ഒരു അരുവി ഈ ബാസ്പ നദിയിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകളാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വരുന്ന വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ താഴത്ത് നിന്നാട്ടോ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുന്നവരാണ് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇങ്ങോട്ട് വഴികളൊന്നുമില്ല. ഈ കല്ലിൻ്റെ മുകളിൽ കയറി വരണം, കാരണം വഴുക്കലുണ്ടാവാം. അപകടം പറ്റിക്കുകയാണെങ്കിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വരികയാണെങ്കിൽ. അവിടെ ഞാൻ നേരെ പോയത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോർഡർ ഭാഗത്തേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ചിത്രീകരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ക്യാമറ ഒക്കെ ഉള്ളിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെക്ക് പോസ്റ്റ് വരെ ഒന്ന് പോയി. അവിടെ നിന്ന് അങ്ങോട്ട് അവർ കടത്തി വിടുന്നില്ല. ഈ 4 വീലർ മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുറച്ച് ദൂരത്തേക്ക് കടത്തി വിടുന്നു, ആ ബോർഡർ ഭാഗത്തേക്ക്. അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു, ഈ ചിത്കുൽ എന്ന് പറഞ്ഞ ടൗണിലേക്ക് തന്നെ വന്നു. എനിക്ക് ഒന്നുകൂടി നമ്മൾ ഇന്നലെ പോയ വില്ലേജിലൊന്ന് പോകണം. അവിടെ ആ ക്ഷേത്രത്തിലൊന്ന് പോകണം, അതിന് മുകളിലുള്ള ബുദ്ധക്ഷേത്രത്തിലൊന്ന് പോകണം. പിന്നെ അതിൻ്റെ മുകളിലേക്കൊന്ന് കയറണം. ഇന്നലെ വൈകുന്നേരം ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ മുകളിലേക്കൊന്നും കയറാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമമായ ചിത്കുലിലെ അവസാനത്തെ ക്ഷേത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ക്ഷേത്രങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. ആ ബേസ് ക്യാമ്പിൻ്റെ അടുത്ത് ചെറിയൊരു വിഗ്രഹം പോലെ എന്തോന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഗ്രാമത്തെ കാത്തു സൂക്ഷിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ 2 വിശ്വാസങ്ങളാണ്. ഒന്ന് ഈ ക്ഷേത്രവും മട്ടി ക്ഷേത്രം എന്ന് പറയും. രണ്ടാമത്തേത് ഇന്നലെ നമ്മൾ മുകളിൽ കണ്ട ആ ബുദ്ധക്ഷേത്രവും. അധികം മരം കൊണ്ട് പണിത ക്ഷേത്രമാണ് കേട്ടോ അത്. പിന്നെ ഈ ഗംഭീരമായ കൊത്തുപണികളും. ഈ ക്ഷേത്രം ഒരു ദേവീ ക്ഷേത്രമാണ് കേട്ടോ. വീണ്ടും ഞാൻ കൽപ്പയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു കാഴ്ച കൂടി ബാക്കിയുണ്ട്, എന്നോട് മറന്നുപോയത് സംഭവം. ഇവിടെ നിന്ന് നോക്കാം, നമുക്ക് ഈ കൽപ്പ മൊത്തമായിട്ട് കാണാം കേട്ടോ. ഇത് എവിടെയാണെന്ന് മനസ്സിലായോ? ഞങ്ങൾ ഈ ചാക്കാലേക്കിലേക്ക് പോയ വഴി. ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരു താഴത്തൊരു ഹിന്ദു ക്ഷേത്രമുണ്ട്, അതിൻ്റെ മുകളിലെ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്. ചിത്കുലിൽ നമ്മൾ കണ്ട അങ്ങനെ ഒരു ഹിന്ദു ക്ഷേത്രവും ഒരു ബുദ്ധക്ഷേത്രവും. ഇവിടെ ചെറിയൊരു ബുദ്ധ സ്റ്റാറ്റ്യൂ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ബുദ്ധ സന്യാസിമാരുടെ വിശ്രമ കേന്ദ്രമാണോ എന്താണെന്ന് എനിക്കറിയില്ല, എന്തോന്ന് ഇതിൻ്റെ മുകളിലുണ്ട്. ഈ ഒരു ഒറ്റ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നത്. ഈ റക്കംപിയോ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ കൽപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എപ്പോഴും ബസ് ഉണ്ട് കേട്ടോ, ഒരു 30 മിനിറ്റ് വ്യത്യാസത്തിൽ. ഞാൻ ഈ താഴേക്ക് വരുന്ന സമയത്തൊന്നും മഴയില്ലായിരുന്നു കേട്ടോ. പക്ഷെ അപ്പം മഴ ചെയ്തു. ഞാനാണെങ്കിൽ കുടയെടുത്തിട്ടില്ല, കയ്യിലാണെങ്കിൽ ക്യാമറയുണ്ട്, മൊബൈലും ഉണ്ട്. എങ്ങനെയാണ് മുകളിലേക്ക് എത്താന്ന് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ നിന്നാണ് 1 കിലോമീറ്റർ മുകളിലേക്ക് ദൂരമുണ്ട് മുകളിലേക്ക്. ഇത് റക്കംപിയോ ടൗൺ ആണ് കേട്ടോ. ഈ ബസ് സ്റ്റാൻഡൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് 1 കിലോമീറ്റർ മുകളിലേക്കാണ്. ഇവിടുന്ന് ചെറിയ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട് ആ ബസ് സ്റ്റാൻഡിലേക്ക്. നാളെ ഞാൻ ഷിംലയിലേക്ക് പോകും. ഷിംലയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഇനി എത്ര ദൂരം മുന്നോട്ട് പോയാലും കൽപ്പ തന്ന ആ ഓർമ്മകൾ അത് ഈ ക്യാമറ കണ്ണുകൾക്കും അപ്പുറം എൻ്റെ ഉള്ളിൽ എക്കാലത്തേക്കുമായി എവിടെയോ പതിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ കൽപ്പയിലെ ആ തണുപ്പ് എന്നിൽ നിന്നും വിട്ടകന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഈ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും മനസ്സിപ്പോഴും ചിത്കുല്ലും കൽപ്പയിലാണ് കേട്ടോ. അത്രയും മനോഹരമായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ 2 സ്ഥലങ്ങളും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഈ ചിത്കുലും കൽപ്പയും. അതിന് കൂടെ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വഴികളും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഷിംലയിലെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പ്രശസ്തമായ ഷിംല റെയിൽവേ സ്റ്റേഷൻ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കൽക്ക ഷിംല ടോയ് ട്രെയിനിൻ്റെ ഒരു സ്റ്റേഷൻ. ടോയ് ട്രെയിൻ വരുന്നതാണോ നിങ്ങൾ? ഞാൻ ഇതുവരെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ഒരു ദിവസം യാത്ര ചെയ്യണം. നാളെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. അടുത്ത സ്ഥലങ്ങളിലെ കാഴ്ചകളുമായി ഞാൻ